മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ കരുണയോട് ആവർത്തിച്ച് പറയുന്നുണ്ട്, കണ്ണന്റെ ഈ ഒരു അഭിനയത്തിലും സ്നേഹപ്രകടനത്തിലും തന്നെ വീഴണ്ട, അയാൾ 8ന്റെ പണിയാണ് തരാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് വാങ്ങാൻ തയ്യാറായിട്ട് ഇരുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വേറെ പണിയില്ല, ശരിക്കും നിങ്ങളൊരു മണ്ണുണ്ണിയാണെന്നൊക്കെ പറഞ്ഞ് കരുണയാണെങ്കിൽ പൊട്ടിത്തെറിക്കുന്നു. അതേ നാണയത്തിൽ തന്നെ ഉണ്ണിയാണെങ്കിൽ തിരിച്ച് പൊട്ടിത്തെറിക്കുന്നുണ്ട്. കരണത്ത് എന്റെ കൈ പതിയണ്ടെങ്കിൽ മിണ്ടാതിരുന്നോളണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ണിയുടെ രോക്ഷപ്രകടനം. കരുണയാണെങ്കിൽ അതിൽ വീണു പോകുന്നുണ്ട്. കാരണം ഉണ്ണിയുടെ അച്ഛനെ കൊന്നത് തന്റെ അച്ഛനാണെന്നുള്ള സത്യം മനസ്സിലാക്കിയതോടുകൂടിയിട്ട് കുറച്ച് പത്തി താഴ്ത്തി മുന്നോട്ട് പോവാനാണ് കരുണയുടെ തീരുമാനം. അങ്ങനെ വിഷുക്കണിയെല്ലാം ഒരുക്കിയിട്ട് കണ്ണനെ കാണിക്കാനായിട്ട് അതിരാവിലെ തന്നെ മൊബൈലിൽ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് മഹി. ആ ഒരു കണിയൊക്കെ കണ്ടതിന് ശേഷം തന്റെ ഭാര്യയുടെ മുഖം കാണണമെന്ന് കണ്ണൻ ആവശ്യപ്പെടുന്നു. മഹി തന്റെ മുഖവും കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് അവിടേക്ക് കരുണയും ദുർഗയും വിഷുക്കണിയുമായിട്ട് എത്തുകയാണ്. അങ്ങനെ കണ്ണൻ കണി കണ്ടതിന് ശേഷം ദുർഗയും കരുണയും നേരെ പോകുന്നത് ഉണ്ണിയുടെ അടുത്തേക്കാണ്. അങ്ങനെ ഉണ്ണിയെ കണി കാണിക്കുന്നുണ്ട്. ഈ സമയം ഉണ്ണി പറയുകയാണ്, ഈ വിഷു അത്ര നല്ല വിഷു ആയിരിക്കില്ല നമുക്കാർക്കും. ഇന്നത്തെ ദിവസം തന്നെ തുടക്കത്തിൽ തന്നെ പാളിപ്പോവാനാണ് ചാൻസ്. എടാ മോനെ, നിനക്കിത് എന്താ പറ്റിയത്? മോള് നിന്നെക്കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങളൊക്കെ വിശ്വസിച്ചാൽ നിങ്ങൾക്കൊക്കെ നല്ലത്, അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് അനുഭവിച്ചോ എന്നൊക്കെ പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, ദേ നല്ലൊരു ദിവസമായിട്ട് എന്റെ വായിൽ നിന്നും എന്തെങ്കിലും നീ കേൾക്കാൻ നിൽക്കേണ്ട, മര്യാദയ്ക്ക് നീ നിന്റെ പണി നോക്കി ഇരിക്കുന്നതായിരിക്കും നല്ലത്. കണ്ണൻ ഒന്ന് നന്നായിട്ട് വരുമ്പോഴേക്കും അവന്റെ ഒടുക്കത്തെ സംശയം, മോള് പറയുന്നതിലും കാര്യമുണ്ട്, നീ ശരിക്കും ഒരു മണ്ണുണ്ണിയാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ സമനില തെറ്റി ഇരിക്കുകയാണ്, മര്യാദയ്ക്ക് എന്റെ മുന്നിൽ നിന്നും എല്ലാവരും പോയിക്കോ, ഒരു വിഷുക്കണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ണിയാണെങ്കിൽ അവിടെ നിന്നും അവരെ ഇറക്കി വിടുന്നു. അങ്ങനെ കരുണ പറയുന്നുണ്ട്, അമ്മയോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? അമ്മ പറഞ്ഞിട്ട് പോയതും കാര്യം തന്നെയല്ലേ? നിങ്ങളെ ആ കണ്ണേട്ടനെ കണ്ടുപിടിക്ക്, അയാൾ എത്ര നന്നായിട്ടെന്നറിയോ കണി കണ്ടതെന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ നിനക്ക് ഇപ്പൊ ഈ ഇടയായിട്ട് കണ്ണേട്ടനെ കുറിച്ച് പുകഴ്ത്തി പറയുന്നത് കൂടുതലാണ്. ഒരു കാര്യം ചെയ്യേ, നിന്റെ കണ്ണിൽ ഞാൻ ഒരിക്കലും ഒരു നല്ല ഭർത്താവ് അല്ലല്ലോ, അതിനിപ്പോ ആവാനും പോകുന്നില്ല. ഞാൻ ആ ശ്രമമൊക്കെ പണ്ടേ നിർത്തി. എന്തായാലും നീ അയാളെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കേ എന്നൊക്കെ പറയുമ്പോൾ കരുണയാണെങ്കിൽ, നിനക്ക് നാണം തോന്നുന്നില്ലേ മനുഷ്യ ഇങ്ങനെയൊക്കെ പറയാനെന്ന് ചോദിച്ചുകൊണ്ട് പൊട്ടിത്തെറിക്കണം. പിന്നീട് കണ്ണനാണെങ്കിൽ ഉണ്ണിയുടെ ഈ ഒരു പെരുമാറ്റത്തിലൊക്കെ തന്നെ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. കണ്ണന് മനസ്സിലാവുകയാണ് ഉണ്ണി ഏകദേശം സത്യങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണോ, അവന്റെ മനസ്സിൽ എന്തോ ഒരു പകയുടെ ആളിക്കത്തൽ തുടങ്ങിയിട്ടുണ്ടെന്നും ഇനി വളരെ സൂക്ഷിച്ചു വേണം മുന്നോട്ട് പോകാനെന്നൊക്കെ കണ്ണൻ തീരുമാനിക്കുന്നു. എന്തായാലും വിഷുവിന്റെ ആ ദിവസം തന്നെ നമ്മുടെ മഹിയാണെങ്കിൽ കണ്ണനെ കാണണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എപ്പോഴും പോകാറുള്ള ആ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് കണ്ണനെ വരാനായിട്ട് മഹി പറയുകയാണ്. അങ്ങനെ മഹിക്കൊപ്പം ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് മഞ്ജുവും സാഗറും ഒക്കെ തന്നെ വരുന്നുണ്ട്. അവരാണ് മഹിയെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നത്. മഞ്ജു വന്നതിന് ശേഷം മഞ്ജു ആണ് മഹിയെ പുറപ്പെടുവിക്കുന്നതൊക്കെ ചെയ്യുന്നത്. ഈ സമയം മഹി പറയുന്നുണ്ട്, എന്തിനാണ് ഇത്രയ്ക്കും ഒരുക്കങ്ങളൊക്കെ, അതൊന്നും വേണ്ടെന്ന് പറയുമ്പോൾ, കണ്ണേട്ടൻ ഈ നെക്ലസ് ഒക്കെ ഇട്ടിട്ട് ഏടത്തിയെ കാണണ്ടേ? എന്തൊക്കെ പറഞ്ഞാലും കണ്ണേട്ടന്റെ ഏറ്റവും നല്ല വിഷുക്കണി ഏടത്തി തന്നെയായിരിക്കും. അതുകൊണ്ടേ നല്ല സുന്ദരിയായി തന്നെ ഒരുങ്ങി പോകണമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കണം. അങ്ങനെ മഹിയെ ഒരുക്കുന്നുണ്ട്. പിന്നീട് സാഗർ ചോദിക്കണം അനന്തുവിനോട്, അല്ല സാറേ, കണ്ണൻ സാർ ഉറപ്പായിട്ടും അങ്ങോട്ട് വരുമോ? വിഷുവായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അവൻ ഇവിടെ നല്ല ഗംഭീര സദ്യ ഒരുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ സദ്യ കഴിച്ചിട്ടേ അവൻ അവിടെ പോയിട്ട് കഴിച്ചു എന്നുള്ളൂ വരുത്തുള്ളൂ. അതുകൊണ്ട് ക്ഷേത്രത്തിൽ നിന്ന് വന്നാൽ ഉടൻ തന്നെ അതിനുള്ള പരിപാടികൾ ഉണ്ടാവും. അതുകൊണ്ടാണ് മഞ്ജുവിനെ ഇങ്ങോട്ട് വിളിച്ചത്. ലേഖ എന്തായാലും ഇവിടെ നിൽക്കണം, ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ. എന്തായാലും നിങ്ങൾ മഹിയുമായിട്ട് ക്ഷേത്രത്തിലേക്ക് പോയിട്ട് വരാനായിട്ട് സാഗറിനോട് അനന്ത് പറയുന്നു. അങ്ങനെ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന മഹിയാണെങ്കിൽ കാണുന്നത് മോഹിനിയെയാണ്. മോഹിനിക്കാണെങ്കിൽ മഹിയെ കാണുമ്പോൾ തന്നെ സന്തോഷമാവുന്നുണ്ട്. മോളെ എന്തായി വിഷുക്കണി എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഗംഭീരമായി തന്നെ വിഷുക്കണിയൊക്കെ ഒരുക്കിയമ്മേ കണ്ണേട്ടനെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇനിയിപ്പോ കണ്ണേട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, ക്ഷേത്രത്തിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ, ദേ ഉണ്ണിയുടെ ആ കാര്യം അറിയാലോ, ഉണ്ണിയും കരുണയും ഇപ്പൊ ഒരുമിച്ച് ജീവിക്കുന്നുണ്ടെങ്കിലും അവർ തമ്മിൽ ഭയങ്കര വഴക്കിലാണ്. അത് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. കണ്ണനുമായിട്ടുള്ള കൂടിക്കാഴ്ചകളൊക്കെ തൽക്കാലം കുറയ്ക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ മോഹിനി പറയുന്നു. അങ്ങനെ മഞ്ജുവിനോടും പറയുന്നുണ്ട്, രണ്ടാളും പിടിക്കപ്പെടാതെ നോക്കണം, ചുറ്റിലും കഴുകൻ കണ്ണുകളാണെന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും മോഹിനിയാണെങ്കിൽ വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ഈ സമയം മഞ്ജു പറയുന്നുണ്ട്, അമ്മ പേടിക്കാതെ ഇരിക്കെ, ഇനിയിപ്പോ ഈ നാടകം പിടിക്കപ്പെട്ടാലും അത് നല്ലതിനാണെന്ന് കരുതിയാൽ മതി. പിന്നെ ഉണ്ണിയേട്ടന്റെ അവസ്ഥ, ഉണ്ണിയേട്ടൻ പണ്ടും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ, അതുകൊണ്ട് അയാളെ പേടിക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹിനി സമാധാനിപ്പിക്കുകയാണ്. എന്തായാലും കണ്ണനാണെങ്കിൽ വിഷുദിനമായിട്ട് അനന്തുവിന്റെ വീട്ടിലേക്കുള്ള വരവ്
അത് വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഉണ്ണിക്ക് സംശയങ്ങൾ തോന്നി തുടങ്ങിയ സ്ഥിതിക്ക് തന്നെ കണ്ണൻ കുറച്ച് ഒതുങ്ങാൻ തീരുമാനിക്കുന്നു. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.